നമസ്കാരം. എൻ്റെ പേര് വിധു ഹരിദാസ്. ഞാൻ തൃപ്പൂണിത്തുറയിൽ താമസിക്കുന്നു. അപ്പൊ നമുക്കെല്ലാവർക്കും അറിയാം വെൽനെസ് എന്ന് പറയുന്നത് ഒരു അസുഖം വന്നവരെ നോക്കിയിരിക്കാണ്ട് നമ്മളൊരു അസുഖം വരാണ്ട് എങ്ങനെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാമെന്നും എങ്ങനെ നമ്മളെ ടേക്ക് കെയർ ചെയ്യാമെന്നും ഒരു കാലഘട്ടത്തിൽ നാച്ചുറൽ ആയിട്ട് ചെയ്തിരുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ നാച്ചുറൽ ആയിട്ട് ചെയ്തിരുന്ന ഈ ഒരു കാര്യം ഇപ്പൊ നമുക്ക് പേർപ്പസ്ഫുള്ളി ചെയ്യേണ്ട അവസ്ഥയാണ്. അപ്പൊ ഓരോരുത്തരും അവരവരുടെ ആരോഗ്യം ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരിക്കൽ അസുഖം വന്നു പെട്ടാൽ നമുക്ക് ഒരിക്കലും അതിൽ നിന്ന് ഒന്ന് തിരിച്ചൊരു ഹെൽത്തി കണ്ടീഷനിലേക്കോ അല്ലെങ്കിൽ ഒരു പഴയ ലൈഫ് സ്റ്റൈലിലേക്കോ വരാനായിട്ട് ചാൻസസ് വളരെ കുറവായിട്ടാണ് ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ നമ്മളെ എത്തിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് നമുക്കറിയാം വിമൻ ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വിമൻ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓരോ സ്ത്രീയുടെ ആരോഗ്യവും അതിന്റെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. കാരണം ഒരു അടുത്ത ജനറേഷനെ കൊണ്ടുവരാനായിട്ടുള്ള ഒരു ആരോഗ്യം അല്ലെങ്കിൽ അടുത്ത ജനറേഷനെ ഒരു ആരോഗ്യമുള്ള ജനറേഷനെ കൊണ്ടുവരാനായിട്ടുള്ള ഒരു ആരോഗ്യം ഒരു സ്ത്രീക്ക് ഉണ്ടോ? ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട. വളരെ കെയർലെസ് ആയിട്ടാണ് ഇന്ന് ഓരോ പെൺകുട്ടികളും അല്ലെങ്കിൽ ഓരോ അമ്മമാരും അവരവരുടെ ആരോഗ്യം അല്ലെങ്കിൽ അവരുടെ വിമൻ ഹെൽത്തിനെ ഒരു രീതിയിലും അവർ ടേക്ക് കെയർ ചെയ്യണില്ല. പണ്ട് നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഒരു ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിന്റെ മുമ്പിൽ കൂടെ നടന്നു പോയാൽ അവിടെ അമ്മമാരാവാൻ പോണ ആൾക്കാരെയും അമ്മമാരായ കുഞ്ഞുങ്ങളെയും കൊണ്ടിരിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ കൂടുതൽ കാണാറ്. അത് കാണുമ്പോൾ നമുക്കറിയാം, ഓ ഇത് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്. പക്ഷെ ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇന്ന് അവിടെ ചെന്ന ചെറുപ്പം കുട്ടികളെയും കൊണ്ടും ചെറിയ 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 പ്രായമുള്ള പിള്ളേരെയും കൊണ്ടാണ് അവിടെ ഓരോരുത്തരും ഇരിക്കുന്നത്. എന്തുകൊണ്ട് ഇത്രയധികം ഗൈനക്കോളജിക്കൽ ഇഷ്യൂസ് വരണു ലേഡീസിന്? നമുക്കറിയാം ഇവിടെ ഇപ്പൊ കേട്ടിരിക്കുന്ന എല്ലാ ലേഡീസും ഇവിടെ കേട്ടിരിക്കുന്ന എല്ലാ പുരുഷന്മാരും വളരെയധികം ശ്രദ്ധയോടെ കേൾക്കേണ്ട ഒരു കാര്യമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ശരീരഭാഗത്തിന്റെ പോലെ തന്നെ നമ്മുടെ ഇന്റിമേറ്റ് ഏരിയയുടെ ഹെൽത്തും വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇന്റിമേറ്റ് ഏരിയയുടെ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് എന്ന് പറയാൻ കാരണം അവിടുത്തെ pH കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ പലയധികം അസുഖങ്ങളിലേക്ക് നമ്മൾ പോവാനുള്ള ചാൻസസ് ഉണ്ട്. വളരെയധികം അത് നമ്മൾ പലരും അത് ആദ്യമായിട്ട് കേൾക്കണതായിരിക്കാം, അല്ലെങ്കിൽ അതൊരു എന്താ പറയാ നമ്മള് ഇതിനകത്തൊക്കെ ഇത്ര വലിയ കാര്യമുണ്ടോ എന്ന് ചോദിക്കും. കാര്യമുണ്ട്. കാരണം അവിടുത്തെ pH എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഇന്റിമേറ്റ് ഏരിയയിൽ ഉള്ള pH എന്ന് നമ്മൾ പറയണത് 3.5 to 4.5 ആണ് ശരിക്കും നമുക്ക് അവിടെ ആവശ്യമുള്ളത്. അപ്പൊ ഈ 3.5 to 4.5 എന്ന് പറയുന്നത് അവിടുത്തെ pH ലെവൽ ഐഡിയൽ ആയിട്ട് വെക്കാനായിട്ട് ആണ് അത് വളരെയധികം ആവശ്യം. അപ്പൊ എന്ന് വെച്ചാൽ അവിടെ നാച്ചുറൽ ആയിട്ട് ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ നമുക്ക് വരുന്നുണ്ട്. അതൊരു അസിഡിക് നേച്ചർ ആണ് ശരിക്കും. ആ നാച്ചുറൽ പ്രൊട്ടക്റ്റീവ് ലെവൽ എന്ന് പറയുന്നത് അസിഡിക് ആണ് നേച്ചർ. അത് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻസിനെയൊക്കെ അവോയ്ഡ് ചെയ്യും. നമുക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻസ് വരാണ്ടിരിക്കാൻ അവോയ്ഡ് ചെയ്യും. ഈ ലെയർ ആണ് നമുക്ക് ഒരു ബാക്ടീരിയ ലാക്ടിക് ആസിഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ബാക്ടീരിയ അവിടെ ഉണ്ടാവും. ആ ലാക്ടിക് ആസിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ഈ pH മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യണത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു നല്ല ബാക്ടീരിയ ഉണ്ടാവാനുള്ള ഒരു എൻവയോൺമെന്റ് അവിടെ ഉണ്ടാക്കി വെക്കും. ഈ ഒരു pHനകത്ത് നല്ല ബാക്ടീരിയാസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു പക്ഷെ അവിടെ നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ളതും വേണ്ടാത്ത ബാക്ടീരിയക്കും അവിടെ ഒരു പ്രവേശനം ഇല്ല. ഈ pH കറക്റ്റ് ആണെങ്കിൽ ഈ വേണ്ടാത്ത ബാക്ടീരിയകൾ അവിടെ കയറാനായിട്ടോ ഈ നല്ല ഒരു pH കറക്റ്റ് ആയിട്ട് നിൽക്കുമ്പോൾ ഈ നല്ല ബാക്ടീരിയ അത് സമ്മതിക്കില്ല. അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ ആണ് ശരിക്കും pH കറക്റ്റ് ആയിട്ട് വെക്കുന്നത്. പക്ഷെ നമുക്കറിയാം നമ്മൾ സോപ്പ് പോലത്തെ സാധനങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സോപ്പിന്റെ ഒക്കെ pH പലതിലും സൾഫർ കണ്ടന്റ് കൂടുതലായിരിക്കും. അപ്പൊ സൾഫർ കണ്ടന്റ് കൂടുമ്പോൾ അവിടെ എന്ന് വെച്ചാൽ 8 to 10 ആവും നമ്മുടെ pH. അപ്പൊ ഇവിടെ നമ്മൾ ഈ പറയുന്ന ആ ഒരു ലാക്ടിക് ആസിഡിന്റെ ഇത് അവിടെ വ്യത്യാസം വരും. കൂടാണ്ട് നമ്മുടെ ഈ നല്ല ബാക്ടീരിയ കുറഞ്ഞ് അവിടെ ചീത്ത ബാക്ടീരിയകൾ വന്നു തുടങ്ങും. അപ്പൊ നോർമലി നമ്മൾ സോപ്പും അല്ലെങ്കിൽ നമുക്കറിയാം കുട്ടികൾ ഇന്നത്തെ കാലത്ത് അവര് യാതൊരു മയവും ഇല്ലാണ്ടാണ് സോപ്പൊക്കെ എടുത്ത് യൂസ് ചെയ്യണത്. വേണ്ട രീതിയിൽ അവർ കഴുകുപോലും ഇല്ല. അപ്പൊ എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ സൾഫർ കണ്ടന്റോ അല്ലെങ്കിൽ നമുക്ക് അറിയാം പല രീതിയിലുള്ള ഹാർംഫുൾ കെമിക്കൽസ് വന്നേക്കുന്ന ഈ ഒരു ഓരോ സാധനങ്ങളും നമ്മൾ യൂസ് ചെയ്യുമ്പോഴും അവിടുത്തെ pH വ്യത്യാസം വരുമ്പോൾ വളരെയധികം ഇറിറ്റേഷനോ അല്ലെങ്കിൽ ഇച്ചിങ്ങോ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ ഒരു ചീത്ത സ്മെല്ല് വരിക, ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. മെയിൻ ആയിട്ട് നമ്മൾ ഈ സോപ്പ് യൂസ് ചെയ്യുമ്പോൾ ടൈറ്റ് ആയിട്ടുള്ള അണ്ടർഗാർമെന്റ്സ് കുട്ടികൾ ഇടുമ്പോൾ, അതേപോലെ സിന്തറ്റിക് ആയിട്ടുള്ള നമ്മുടെ സിന്തറ്റിക് മെറ്റീരിയലിൽ ഇടുന്ന സംഭവങ്ങൾ, ഓരോ ഡ്രസ്സുകളും അല്ലെങ്കിൽ അണ്ടർഗാർമെന്റ്സ് ടൈറ്റ് ആയിട്ടുള്ള യൂസ് ചെയ്യുമ്പോഴും ഇതേപോലെ pHന് വ്യത്യാസം വരാനുള്ള ചാൻസസ് ഉണ്ട്.
കൂടാണ്ട് വരുന്നത് നമുക്ക് പീരിയഡ്സ് ടൈമിനകത്ത് നമ്മുടെ ബ്ലഡിന്റെ pH വ്യത്യാസമുണ്ട്. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി അവിടുത്തെ pHനെ ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ മെനോപോസ് സമയത്തും ഈസ്ട്രജൻ ലെവൽ കുറയുമ്പോൾ അവിടുത്തെ pH വ്യത്യാസം വരും. അപ്പൊ ഈ എല്ലാ അവസ്ഥയിലും നമുക്ക് അവിടുത്തെ pHനെ കാത്തു സൂക്ഷിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ഈ pH മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്റ്റ് ആണ് പ്രൈവി വാഷ് എന്ന് പറയുന്ന എലമെന്റ് വെൽനെസിന്റെ. അത് വളരെയധികം ഗുണം ചെയ്യുന്നു. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3.5 to 4.5 എന്ന് പറയുന്ന ഈ ഒരു സിറ്റുവേഷൻ അവിടെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നു. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സുഗാനാറ്റെ 160 എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ നാച്ചുറൽ ആയിട്ട് pH കീപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണു. ഡ്രൈനെസ്സിനെ അത് പ്രിവെന്റ് ചെയ്യണു. പിന്നെ കോള ലിപ്പിഡ് എന്ന് പറയുന്ന കോക്കനട്ട് ഓയിലിൽ നിന്ന് ഡിറൈവ് ചെയ്തേക്കണ അത് ക്ലെൻസ് ചെയ്യാനും ഫോം ചെയ്യാനും ആന്റി മൈക്രോബിയൽ ആയിട്ട് അത് വർക്ക് ചെയ്യണു. പിന്നെ കുറെ മിനറൽ കോംപ്ലക്സുകൾ ഉണ്ട്. അതായത് നമുക്ക് കോപ്പർ, സിങ്ക്, മെഗ്നീഷ്യം ഒക്കെ ഉള്ള കോമ്പിനേഷൻസ് ഉണ്ട്. അത് നമ്മുടെ സ്കിന്നിന് വേണ്ടി നമ്മൾ സ്കിന്നിന്റെ പ്രോഡക്ട്സുകളിൽ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ആ ഒരു സ്കിന്നിന്റെ നേച്ചർ കറക്റ്റ് ആക്കി മോശമായി പോവാണ്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യണം. മിനറൽസും നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആക്വാക്സിൽ എന്ന് പറയുന്ന ഒരു ഇത് സ്കിന്നിന് വേണ്ടിയിട്ട് സ്കിന്നിന്റെ മോയ്സ്ചറൈസർ ആണ്. അത് വളരെയധികം നമ്മുടെ നാച്ചുറൽ മോയ്സ്ചറൈസിങ് ഫാക്ടറിനെ ഇംപ്രൂവ് ചെയ്യും. അത് NMF എന്ന് പറയും. നാച്ചുറൽ മോയ്സ്ചറൈസിങ് ഫാക്ടർ ഓഫ് ദ സ്കിന്നിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ടാണ് ഇത് ഹെൽപ്പ് ചെയ്യണം. ഈ ലാക്ടിക് ആസിഡ് എന്ന് പറയുന്നത് മിൽക്കിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. അത് pH ബാലൻസ് ചെയ്യും. പിന്നെ ഗുഡ് ബാക്ടീരിയ ഇൻക്രീസ് ചെയ്യും, ബാഡ് ബാക്ടീരിയ ഉണ്ടാവാണ്ട് ഹെൽപ്പ് ചെയ്യും. മെയിൻലി ഇതിന്റെ ബെനിഫിറ്റ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി പ്രൊട്ടക്ഷൻ ആണ് നമുക്ക് pHന്. പിന്നെ ഹെൽത്തി ബാക്ടീരിയ അവിടെ ഉണ്ടാവുന്നു. നേരത്തെ പറഞ്ഞ പോലെ ബാക്ടീരിയൽ വെജനൈസിസ് എന്ന് പറഞ്ഞാൽ ഈ ചീത്ത ബാക്ടീരിയ വന്നിട്ടുള്ള ഇഷ്യൂസ് ഇല്ലാണ്ടിരിക്കും. ഇറിറ്റേഷൻസും ഇച്ചിങ്ങും അവോയ്ഡ് ചെയ്യും. പിന്നെ നമ്മൾ ചീത്ത മണം ഉണ്ടാവാണ്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ലോങ് ലാസ്റ്റിംഗ് ഫ്രഷ്നെസ് ആണ്. ഇത് എപ്പോഴും യൂസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് മെൻസ്ട്രേഷൻ ടൈമിലും പിന്നെ ഫിസിക്കൽ കോണ്ടാക്റ്റിന് മുമ്പും അതിനുശേഷം പിന്നെ പ്രഗ്നൻസി ടൈമിലും ആഫ്റ്റർ അതായത് പോസ്റ്റ് ഡെലിവറിക്ക് ശേഷമാണെങ്കിലും നമുക്ക് ഇത് യൂസ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 ml നമ്മുടെ കയ്യിലേക്ക് എടുത്തിട്ട് ജെന്റ്ലി നമ്മൾക്ക് ആ ഒരു പോർഷൻ ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലെ കുട്ടികളെ ആണെങ്കിലും നമുക്ക് അത് കറക്റ്റ് ആയിട്ട് അത് ശീലിപ്പിക്കുക. ഈ മറ്റേ പ്രൈവി വാഷ് എന്ന് പറയുന്നത് ഇപ്പൊ ഞാനിപ്പോ സംസാരിച്ചു വന്നപ്പോ എല്ലാ കാറ്റഗറി ആൾക്കാർക്കും ആവശ്യമാണ്. കാരണം വെജൈനൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ മെനോപോസ് ടൈമിലുണ്ട്, പീരിയഡ്സ് ഉള്ള സമയത്തും നമ്മൾ അതിന്റെ ആവശ്യമാണ്. എല്ലാ ഏജിലും നമുക്ക് വെജൈനൽ ഹെൽത്ത്, കാരണം വെജൈനൽ ഹെൽത്തിനകത്ത് അവിടെ pH മാറുമ്പോൾ ഏതൊക്കെ രീതിയിലുള്ള അസുഖങ്ങളിലേക്കാണ് നമ്മൾ പോണേന്നുള്ളത് ഒരു അസുഖം വന്നു കഴിയുമ്പോഴായിരിക്കും നമുക്ക് ഇത് എവിടെ നിന്ന് തുടങ്ങിയെന്ന് നമുക്ക് അറിയണ്ടാവില്ല. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻസ് നമ്മുടെ ഫാമിലിയിലുള്ള ഓരോ സ്ത്രീകളിലേക്കും റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് അല്ലെങ്കിൽ അവരുടെ മെനസ്ട്രൽ ഹെൽത്ത്, അവരുടെ ഇന്റിമേറ്റ് ഏരിയയുടെ ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അതൊരു നിസ്സാരമായിട്ട് പലരും അത് സംസാരിക്കാൻ മടി കാണിക്കാറുണ്ട്, പലരും അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ മടി കാണിക്കാറുണ്ട്. പക്ഷെ നമുക്ക് അതൊരു ബേസിക് എഡ്യൂക്കേഷൻ ആയിട്ട് കുട്ടികളിലാണെങ്കിലും കൊടുക്കേണ്ട ആവശ്യമാണ്. അപ്പൊ ഈ ഒരു ലേഡീസ് ഹെൽത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഇത്രയും നമുക്ക് വരുന്ന ഒരു 6 പ്രോഡക്ട്സ് ആണ് നമ്മുടെ ബ്ലഡ് പ്യൂരിഫയർ, വുമൺ കമ്പാനിയൻ, പ്രിവി വാഷ്, സാനിറ്ററി നാപ്കിൻ, സൈക്ലോവ ആൻഡ് ഫീലിംഗ് അയൺ സിറപ്പ് അല്ലെങ്കിൽ നമ്മുടെ ടാബ്ലറ്റ്. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ വീട്ടിലുള്ള അമ്മമാരാണെങ്കിലും കുട്ടികളാണെങ്കിലും പ്രായമായവരാണെങ്കിലും ഇതിനകത്ത് നിന്ന് പലതും ആവശ്യമുണ്ട്. അപ്പൊ ഇതൊരു വുമൺ പാക്ക് എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളെ പറ്റിയുള്ള ഒരു ബോധം നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാവണം. നമ്മുടെ കുടുംബത്തിലെ സ്ത്രീകളുടെ ആരോഗ്യം ഓരോരുത്തരും, നമ്മുടെ വീട്ടിലെ പിള്ളേർ, മക്കളാണെങ്കിലും പെങ്ങന്മാരാണെങ്കിലും അമ്മയാണെങ്കിലും ഭാര്യയാണെങ്കിലും എല്ലാവരുടെയും ഹെൽത്തിനെ ടേക്ക് കെയർ ചെയ്യാനുള്ള ഈ പ്രോഡക്റ്റിന്റെ നോളേജ് നമുക്ക് ഉണ്ടാവണം, പഠിക്കണം. ഞാൻ ഈ പറഞ്ഞത് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഗുണം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി കൂടുതൽ നിങ്ങളുടെ വീട്ടിലെ യൂസേജിലേക്ക് അത് കൊണ്ടുവരിക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.